പ്രണയം എന്നത് മനുഷ്യനെ ഇമോഷണലായി സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് ചെറുപ്പക്കാരെ മാത്രമല്ല, പ്രായമായവരെയും ഒരുപോലെ സ്വാധീനിക്കും. ആധുനിക സമൂഹത്തിൽ ഓൺലൈൻ ലോകം വളർന്നതോടെ പ്രണയവുമായി ബന്ധപ്പെട്ട് ഹണി ട്രാപ്പുകൾ കൂടി വർദ്ധിച്ചു വരികയാണ്. തേൻകണി എന്നറിയപ്പെടുന്ന ഈ തട്ടിപ്പ് വ്യക്തികളെ ആകർഷകമായ കെണികളിൽ കുടുക്കി സാമ്പത്തികമായോ ലൈംഗികപരമായോ വ്യക്തിപരമായ വിവരങ്ങൾ കൈക്കലാക്കി ചൂഷണം ചെയ്യുന്നതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും സാധാരണമായ ഒരു രൂപമായി ഇത് മാറിയിട്ടുണ്ട്. വ്യക്തികളെ വലയിലാക്കാൻ തട്ടിപ്പുകാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാണ്. സൗന്ദര്യമുള്ള സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇവർ ഇരകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുന്നു. തുടക്കത്തിൽ തന്നെ വലിയ താല്പര്യവും സ്നേഹവും പ്രകടിപ്പിച്ച് ഇരകളെ മാനസികമായി സ്വാധീനിച്ചെടുക്കുകയാണ് ഇവരുടെ പ്രധാന തന്ത്രം. സംസാരത്തിലൂടെ വ്യക്തിപരമായ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം തട്ടിപ്പുകാർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച ജീവിതം എളുപ്പമാക്കുമ്പോൾ അതിലെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. സൈബർ ലോകത്തെ ചതിക്കുഴുക്കളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. വ്യക്തിഗത ജാഗ്രതയും നിയമപരമായ നടപടികളും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഈ സാമൂഹിക വിപത്തിനെ പ്രതിരോധിക്കുവാൻ സാധിക്കൂ. ഇപ്പോൾ സമാനമായ ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു 80-കാരിക്ക് നഷ്ടമായത് 6 ലക്ഷം രൂപയാണ്. കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടുമെന്ന് ഉറപ്പാണ്. ജപ്പാനിലെ ഒരു 80 വയസ്സുകാരി, പേര് പുറത്തു വിട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഒരു യുവാവ് സ്വയം ഒരു ബഹിരാകാശ സഞ്ചാരിയാണെന്നാണ് അയാൾ പരിചയപ്പെടുത്തിയത്. അവൾ അയാളുമായി നല്ല അടുപ്പത്തിലായി. പതിയെ പതിയെ അത് പ്രണയമായി മാറി. സ്നേഹവും വിശ്വാസവും നിറഞ്ഞ സംഭാഷണങ്ങളിലൂടെ അയാൾ ആ സ്ത്രീയുടെ മനസ്സ് കീഴടക്കി. സംഭാഷണങ്ങൾക്കിടയിൽ അയാൾ അവളോട് തൻ്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ചും അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും വിശദീകരിച്ചു. ഒരു ദിവസം അയാൾ അവൾക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ അപകടത്തിലാണ്, എൻ്റെ ബഹിരാകാശ പേടകം ആക്രമിക്കപ്പെട്ടു, എനിക്ക് ഓക്സിജൻ കുറവാണ്, എനിക്ക് രക്ഷപ്പെടണം, അതിന് പണം വേണം. ഈ സന്ദേശം വായിച്ചപ്പോൾ ആ സ്ത്രീക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാളെ രക്ഷിക്കുവാൻ ആ സ്ത്രീ സ്വന്തം പണം നൽകാൻ തീരുമാനിച്ചു. ഒരു ബഹിരാകാശ സഞ്ചാരി അപകടത്തിലാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ സർക്കാരുകൾക്ക് കഴിയുമല്ലോ. പക്ഷേ അവിടെയും അയാൾ ഒരു കഥ മെനഞ്ഞെടുത്തു. അതൊരു രഹസ്യമാണ്, അത് പുറത്തു പറയാൻ കഴിയില്ല. അതായിരുന്നു അയാൾ പറഞ്ഞ ആ കള്ളം. അങ്ങനെ പലതവണയായി ആ സ്ത്രീ പണം അയച്ചു. ഏകദേശം 6 ലക്ഷം രൂപയോളം അവർ അയച്ചു. ഓക്സിജനും മറ്റു സാധനങ്ങൾക്കും വേണ്ടിയാണ് പണം എന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. പണം നൽകിയാൽ തന്നെ തിരികെ ഭൂമിയിലെത്തി വിവാഹം കഴിക്കാമെന്നും അയാൾ ആ സ്ത്രീക്ക് വാഗ്ദാനം കൊടുത്തു. ഒടുവിൽ സംശയം തോന്നിയ അവർ പോലീസിന് പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് കണ്ടെത്തി. ബഹിരാകാശ സഞ്ചാരിയായി അഭിനയിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു സംഘത്തിലെ കണ്ണിയായിരിക്കാം അയാൾ. പ്രണയത്തിന്റെ പേരിൽ നടത്തിയ ഈ തട്ടിപ്പ് ജപ്പാനിലെ പ്രായമായവരെ ലക്ഷ്യമിട്ടുള്ള ഒരുതരം ഓൺലൈൻ തട്ടിപ്പാണെന്ന് പോലീസ് പറയുന്നു. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന അപരിചിതർക്ക് യാതൊരു കാരണവശാലും പണം അയക്കരുത്. എത്ര വലിയ സഹതാപം തോന്നിയാലും ശരി, ഓർക്കുക, ഓൺലൈൻ ലോകം അപകടം നിറഞ്ഞതാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.